നമസ്തേ. 4/2/2025 ചൊവ്വാഴ്ചത്തെ നക്ഷത്രഫലമാണ് നമ്മൾ നോക്കുന്നത്. എൻ്റെ നക്ഷത്രഫലം തുടർച്ചയായി ലഭിക്കാൻ നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക തന്നെ വേണം. അതേപോലെ ലൈക്ക് ഷെയറൊക്കെ ചെയ്യാം. വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറാണ്, അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക. പിന്നെ ഇത് ഒരു ഒന്നര മാസത്തോളം ആയിട്ടുള്ളൂ ഈ വീഡിയോ ഇങ്ങനെ തുടരെയായിട്ട് ഇടാൻ തുടങ്ങിയിട്ട്. അതിൽ നിങ്ങൾ വളരെയധികം സഹകരിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈക്ക് കമൻറ്റൊക്കെ എനിക്ക് ധാരാളം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് തുടർന്ന് പോകാൻ എനിക്ക് പ്രോത്സാഹനം. അപ്പോൾ നിങ്ങൾ നൽകുന്ന ഈ ലൈക്കും കമൻറ്റൊക്കെയാണ് ഇത് തുടർന്നുകൊണ്ട് പോകാനായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു പ്രചോദനം. അപ്പോൾ അത് നിങ്ങൾ നിർത്താതെ തന്നെ തുടരുക. പിന്നെ ഒരു കാര്യം, ഞാൻ ഒരു രാശിയോടും എനിക്ക് വ്യക്തിപരമായ വിരോധമോ ഒരു രാശിയോടും എനിക്ക് വ്യക്തിപരമായ സ്നേഹമൊന്നുമില്ല. ഇതിനകത്ത് എന്താണോ കാണുന്നത് അത് ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. ചില രാശിക്കാർക്ക് കുറേ ദിവസങ്ങളായി ദോഷം തന്നെ പറയുന്നു എന്ന് ചിലർ പറയുന്നതുകൊണ്ടാണ് പറയുന്നത്. അവരുടെ രാശിയുടെ ഗ്രഹങ്ങളുടെ മാറ്റമനുസരിച്ച് അവർക്ക് ശുഭമുണ്ടാകും. അപ്പോൾ ഞാനത് പറയും. ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ അനുകൂലമല്ല എന്ന് പറയാൻ എനിക്ക് പറ്റൂ. അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം. 4/2/2025 ചൊവ്വാഴ്ച. മേടം, കർക്കിടകം, കുംഭം, മീനം രാശിക്കാർക്ക് ശുഭവും, ചിങ്ങം, തുലാം, വൃശ്ചികം രാശിക്കാർക്ക് മധ്യമവും, കന്നി, മകരം രാശിക്കാർക്ക് ദോഷവും, ഇടവം, മിഥുനം, ധനു രാശിക്കാർക്ക് കഠിന ദോഷവും ഉള്ള സമയം ആണ്. ഇനി ഓരോ രാശിയുടെയും നാളൊക്കെ പറഞ്ഞ് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അത് കൂടാണ്ട് ഒരു കാര്യം കൂടെ, തൊഴിലിനെ കുറിച്ച് മാത്രമുള്ളൊരു പോസ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും തൊഴിൽ മേഖല എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് അത് കുറച്ചുകൂടെ വിശദമായിട്ട് പറയുന്നുണ്ട്. കാരണം രണ്ടും കൂടെ ഒന്നിച്ചിടാൻ പറ്റില്ല, വീഡിയോ ഒരുപാട് ലോങ് ആയി പോകുന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ആ വീഡിയോ കൂടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ താല്പര്യമുള്ളവർ അതുകൂടെ കാണുക. 6 മണിക്ക് അതും നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. ഇത് 3 മണിക്കും അത് 6 മണിക്കുമാണ് ഇടുന്നത്, അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം, മേടക്കൂറ്. മേടക്കൂറുകാർക്ക് പൊതുവെ ശുഭകരമായ ഒരു ദിവസമാണ്. ദൈവാധീനമൊക്കെ ഉള്ള ദിവസമാണ്. അതുപോലെ തൊഴിൽ രംഗത്ത് മേന്മയുള്ള ഒരു ദിവസമാണ്. മക്കളുമായിട്ടൊക്കെ സഹകരിച്ച് പോകാൻ കഴിയുന്ന ഒരു ദിവസമാണ്. ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ പലവിധ സഹായങ്ങൾ കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു ദിവസമാണ്. സഹോദര സ്ഥാനീയർ ഒക്കെ അനുകൂലമായിരിക്കും. ആരോഗ്യപരമായൊക്കെ മേന്മയുണ്ടാകുന്ന ഒരു സമയമാണ്. എന്നാൽ ഒരാത്മവിശ്വാസക്കുറവ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും എന്നൊഴികെ ബാക്കി കാര്യങ്ങളെല്ലാം പൊതുവെ അനുകൂലമായിരിക്കും മേടം രാശിക്കാർക്ക്. ഇനി ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ള ഒരു സമയം തന്നെയാണ് ഇടവം രാശിക്കാർക്ക്. ജീവിത പങ്കാളിയിൽ നിന്ന് കുറച്ചൊക്കെ മേന്മയേറിയ അവസ്ഥ ഉണ്ടാകുമെന്നൊഴികെ ബാക്കി കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല. പ്രത്യേകിച്ച് അലർജി സംബന്ധമായ അസുഖങ്ങൾ, ശ്വാസം മുട്ട് പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണിത്. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ അനുഭവപ്പെടും. വേണ്ട രീതിയിൽ തൊഴിൽ മേഖലകളിലെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയാതെ വരും. ബന്ധുക്കൾ അനുകൂലമല്ലാത്ത അവസ്ഥയുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമൊന്നുമല്ല. അലസതയും മടിയുമൊക്കെ അവരെ കാര്യമായി ബാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. തൊഴിൽ മേഖലയിൽ മറ്റുള്ളവരിൽ നിന്നും അവഹേളനങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല. അതേപോലെ ആരോഗ്യകാര്യവും ഒരു ശ്രദ്ധ ആവശ്യം ആണ്. ഇനി മിഥുനം രാശി. മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശിയുടെ. മിഥുനം രാശിക്കും കഠിന ദോഷമാണ്. എന്നാൽ മനസ്സ് ഒക്കെ ഒന്ന് സ്വസ്ഥമാകും. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനസ്സിനൊക്കെ ഒരു ശാന്തത കിട്ടും. വേണ്ടതുപോലെ ചെയ്യാനായിട്ടുള്ള ബുദ്ധിയുടെ ഉണർവുണ്ടാവും.
മാതൃസ്ഥാനീയരിൽ നിന്ന് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും. ധനപരമായി ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സമയമാണ്. ബന്ധുക്കൾ അനുകൂലമായ സമയമായിരിക്കും. വാക്കുകൾ മൂലം കുറച്ച് അനുകൂലമായ നിലപാടുകളെല്ലാം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. എങ്കിലും ഒരാത്മവിശ്വാസക്കുറവ്, അലസത ഇതൊക്കെ മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകും. അതേപോലെ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ രംഗത്ത് മേന്മ വളരെ കുറയുന്ന ഒരു സമയമായിരിക്കും. അതേപോലെ ദൈവാധീനം വളരെ കുറവുള്ളത് ഒരു ദിവസമാണ്. കുടുംബത്തിലൊക്കെ ഒരു സ്വസ്ഥത കുറവൊക്കെ ഉണ്ടാവും. മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. തൊഴിലാളികൾ സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്നവരൊക്കെ ശ്രദ്ധിക്കുക. തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളുമൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ ജീവിത പങ്കാളിയുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. തൊഴിൽ മേഖലയിലും ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനമുള്ള ഒരു ദിവസമാണ്. കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ അനുകൂലമായ സമീപനങ്ങൾ ഉണ്ടാകും. പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. അതേപോലെ മാതൃസ്ഥാനീയരും അനുകൂലമായിരിക്കും. ബുദ്ധി വേണ്ടതുപോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് കർക്കിടകക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്, ദോഷമില്ലാതെ കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയും. എന്നാൽ സഹോദര സ്ഥാനീയരായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. തൊഴിൽ രംഗത്ത് തൊഴിലാളികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, കൂടെയുള്ള സഹപ്രവർത്തകർ അനുകൂലമല്ലാത്ത വരുന്നൊരു സ്ഥിതിയൊക്കെ ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമൊന്നുമല്ല. ബന്ധുക്കളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില പെരുമാറ്റങ്ങൾ, അനുകൂലമല്ലാത്ത സ്ഥിതി, വഴക്ക് ഒക്കെ ഉണ്ടാവും. വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട ഒരു ദിവസമാണ് കർക്കിടകക്കൂറുകാർ. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ചിങ്ങം. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ദൈവാധീനം കുറവുള്ള ഒരു ദിവസമാണെന്നുള്ളത് കൊണ്ട് എല്ലാ കാര്യത്തിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. അതുമായി ഭൂമിയുമായി ബന്ധപ്പെട്ട തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവർ അനുകൂലമായിരിക്കും. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ ഒരു നിലപാട്, സഹകരണ സ്വഭാവമൊക്കെ ഉണ്ടാകും. അതേപോലെ മാതാപിതാക്കളിൽ നിന്നും അനുകൂലമായ സമീപനമുണ്ടാകും. മനസ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ ഒന്ന് സ്വസ്ഥമായി വയ്ക്കാൻ കഴിയുന്ന ദിവസമായിരിക്കും. ബുദ്ധിപരമായ കാര്യങ്ങളിലെല്ലാം ഒരു തെളിച്ചമുണ്ടാകുന്ന ദിവസമായിരിക്കും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. വാഹനം, ആഭരണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അനുകൂലമായൊരു സമീപനം ഉണ്ടാകും. എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. ഒരാത്മവിശ്വാസക്കുറവ് എപ്പോഴും ഉണ്ടാകും. മക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ധനപരമായ നഷ്ടമുണ്ടാകാനും സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്താണെങ്കിൽ തൊഴിലാളികളും കൂടെ പ്രവർത്തിക്കുന്നവരൊക്കെ ശത്രുക്കളെ പോലെ പെരുമാറാനൊരു സാധ്യതയുണ്ട്. ലഹരിയൊക്കെ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണ് ഇത്. ഇനി കന്നിരാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിരാശി. കന്നിരാശിക്ക് ദൈവാധീനമുള്ള ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് ചില അംഗീകാരങ്ങളും നേട്ടങ്ങളും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. എങ്കിലും പിതൃസ്ഥാനീയർ, മാതൃസ്ഥാനീയരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. ബുദ്ധി, മനസ്സ് അതൊക്കെ വേണ്ടതുപോലെ വേണ്ട സമയത്ത് പ്രവർത്തിക്കാൻ ഈ ദിവസം സാധ്യത കുറവാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പലപ്പോഴും ആത്മവിശ്വാസവും അലസതയും മൂലം പല പ്രവൃത്തികളും ചിലപ്പോൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല. ആരോഗ്യകാര്യം വളരെയധികം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമല്ല. അലസത തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കും. സുഹൃത്തുക്കൾ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അതുമൂലം അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
കഴിയുമെങ്കിൽ ഇന്ന് ഈ ദിവസം ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതും വളരെ നന്നായിരിക്കും. ഇനി തുലാം രാശി. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസം, അത് അമിത ആത്മവിശ്വാസമായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവാധീനമില്ലാത്ത ഒരു ദിവസമായതുകൊണ്ട് പലവിധ ദോഷങ്ങളുണ്ടാകും. സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും, വാക്കുകളൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. അലർജി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ആരോഗ്യകാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ മക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. സാമ്പത്തിക കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകാം. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങൾ ഉണ്ടാകാം. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമല്ലാത്ത ചില അവസ്ഥകളുണ്ടാകാം. തൊഴിൽ രംഗത്തും ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടും. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ദൈവാധീനമുള്ള ഒരു സമയമാണ് വൃശ്ചിക രാശി. എങ്കിലും ഗുണദോഷ സമ്മിശ്രമാണ്. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ അവസ്ഥ, മക്കളിൽ നിന്ന് അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാവും. പക്ഷേ അലർജി രോഗമുള്ളവർ, ത്വക്ക് രോഗമുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മാതൃസ്ഥാനീയർ നമ്മൾ അംഗീകരിക്കേണ്ടവരൊക്കെ അംഗീകരിക്കാതിരിക്കുകയൊക്കെ ഉണ്ടാവും. പിതൃസ്ഥാനീയരിൽ നിന്നും ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടും. അതേപോലെ അലസത കൂടെ ആ ദിവസം ഉണ്ടാകും. തൊഴിലാളികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അലസത മനോഭാവം ഉണ്ടാകും. അപ്പോൾ അത് ഈ വിദ്യാർത്ഥികൾക്ക് അലസത മനോഭാവം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ രക്ഷകർത്താക്കളാണ് അത് ശ്രദ്ധിക്കേണ്ടത്. അവർക്കത് ഉണ്ടായിക്കഴിഞ്ഞാൽ മാറ്റാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക വൃശ്ചികം. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുരാശി എന്ന് പറയുന്നത്. ധനുരാശിക്കാർക്ക് കഠിന ദോഷമാണ്. ദൈവാധീനം വളരെ കുറവുള്ള ഒരു ദിവസം കൂടെ ആയിരിക്കും. പിതൃസ്ഥാനീയർ അത്ര അനുകൂലമൊന്നും അല്ല. അതേപോലെ മാതൃസ്ഥാനീയർ അനുകൂലമല്ല. മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല, അത് അസ്വസ്ഥമാകും. അതുകൊണ്ട് തന്നെ ബുദ്ധിയും വേണ്ട രീതിയിൽ ഈ ദിവസങ്ങൾ പ്രയോജനപ്പെടുകയില്ല. സമ്പത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ദിവസമാണ് ഇത് എന്ന് മനസ്സിലാക്കണം. അതേപോലെ അലസത ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരും ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സമയമാണ്. ബന്ധുക്കൾ അനുകൂലമായിരിക്കും. വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അനുകൂലമാക്കി എടുക്കാൻ കഴിയും. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ അവസ്ഥയുണ്ടാകും. വാഹനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഒരു പൊതുവെ അനുകൂലമായ തൊഴിലവസ്ഥ ഉണ്ടാവും. തൊഴിൽ രംഗത്ത് ഒരു ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസം ആയിരിക്കും. എന്നാൽ ദൈവാധീനം കുറയുന്നത് കൊണ്ട് ചില കാര്യങ്ങളിൽ പല തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. അതേപോലെ അലർജി രോഗങ്ങളുള്ളവർ, വിഷസംബന്ധമായ പ്രശ്നങ്ങൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഫുഡ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. വ്രണങ്ങളൊക്കെ ആയിട്ട് ശരീരത്തിലുള്ളവർ, ശരീരമൊക്കെ പഴുക്കുകയൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ലഹരി പദാർത്ഥങ്ങൾ പരമാവധി ഈ ദിവസം ഒഴിവാക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഉത്രാടം, മകരക്കൂറുകാരുടെ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. ഇവർക്ക് ദൈവാധീനമുള്ളൊരു ദിവസമായതുകൊണ്ട് പല പ്രശ്നങ്ങളും ഒഴിവായി കിട്ടും. മക്കൾ, ജീവിത പങ്കാളി തുടങ്ങിയവരൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ അലർജി സംബന്ധമായ അസുഖമുള്ളവർക്ക് പ്രയാസം അനുഭവപ്പെടും. ഒരാത്മവിശ്വാസക്കുറവ് എപ്പോഴും അനുഭവപ്പെടും. അതേപോലെ മാതൃസ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. മനസ്സ് ഒരു അസ്വസ്ഥമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കൾ അനുകൂലമല്ല. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. തൊഴിലാളികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണം. കുംഭം, അവിട്ടം അവസാന പകുതി ഭാഗം,
ചതയം, പൂരുരുട്ടാതി, ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്ക് ഗുണകരമായ ഒരു അവസ്ഥയുള്ള ദിവസമാണ്. മനസ്സൊക്കെ സ്വസ്ഥമായിരിക്കും. അതുകൊണ്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കാൻ കഴിയും. ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. അതുകൊണ്ട് പൊതുവെ ഒരു മനസ്സുഖം ഒക്കെ കിട്ടും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാവും. എന്നാൽ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല. ദൈവാധീനം കുറയുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് മക്കൾ സ്ഥാനീയരുമൊക്കെ ആയിട്ട് അല്പം കലഹവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാം. ബന്ധുക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമൊന്നുമല്ല. അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവർ, ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവർ, അതേപോലെ ഈ ജീവിതശൈലി രോഗമുള്ളവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസമാണത്. ഇനി മീനം കൂറുകാർക്ക് പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രിട്ടാതി, രേവതി. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം വളരെ കുറവാണ്. എങ്കിലും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമല്ല. ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമല്ല. അതേപോലെ വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ്. അലസതയൊന്നും കാര്യമായിട്ടുണ്ടാകില്ല. ജീവിത പങ്കാളിൽ നിന്ന് പൊതുവെ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാവും. മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്തും അത്ര അനുകൂലമല്ല. തൊഴിലാളികളും കൂടെ ഉള്ളവരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. അലർജി രോഗങ്ങൾ, അതേപോലെ മറ്റു ജീവിതശൈലി രോഗങ്ങളുള്ളവരൊന്ന് ശ്രദ്ധിക്കണം. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണ് ഇത്. ഇത് നന്നായി നാമം ജപിച്ചാൽ പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ് ഈ ചന്ദ്രാധിഷ്ഠിത രാശിഫലമുള്ള ചാരഫലങ്ങൾ. അതുകൊണ്ടത് എല്ലാവരും നാമമൊക്കെ ജപിച്ച് ഈ ദോഷങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. നിങ്ങളുടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ പ്രോത്സാഹനമാണ് ഇതിടാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നതെന്നും എല്ലാവരും മനസ്സിലാക്കുക. എല്ലാവർക്കും നമസ്തേ.